സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജുവിന്റെ കായംകുളം നിയോജകമണ്ഡലത്തിലെ ക്യാമ്പ് ഓഫീസ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. കായംകുളം വികസന കാര്യങ്ങളിൽ കക്ഷി രാഷ്ട്രീയമില്ലെന്നും ജനങ്ങളുടെ ആവശ്യത്തിനും വികസന പ്രവർത്തനങ്ങളിലും എത്രയും വേഗത്തിൽ ഇടപെടുന്നതിനുമായിട്ടാണ് പെട്ടെന്ന് ക്യാമ്പ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചതെന്നും മന്ത്രി പറഞ്ഞു. പുതിയിടം ക്ഷേത്രക്കുളത്തിന് സമീപമുള്ള ശ്രേയസ് ബിൽഡിംഗിൽ ആരംഭിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജുവിന്റെ നിയോജക മണ്ഡലത്തിലെ ക്യാമ്പ് ഓഫീസ് കായംകുളത്ത് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. വികസന കാര്യങ്ങളിൽ കക്ഷി രാഷ്ട്രീയമില്ലെന്നും ജനങ്ങളുടെ ആവശ്യങ്ങളിലും വികസന പ്രശ്നങ്ങളിലും എത്രയും വേഗത്തിൽ ഇടപെടുന്നതിനായാണ് പെട്ടെന്ന് തന്നെ ക്യാമ്പ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചതെന്നും മന്ത്രി ലിജു പറഞ്ഞു. ഓഫീസിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം വരും ദിവസങ്ങളിൽ ബഹുമാനായ ആലപ്പുഴ എം പി ശ്രീ കെ സി വേണുഗോപാൽ നിർവഹിക്കും. എത്രയും പെട്ടെന്ന് തന്നെ ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടാൻ വേണ്ടി അവരുടെ ആവശ്യങ്ങൾ ജനപ്രതിനിധിയുടെ അടുത്ത് എത്തിക്കുന്നതിന് വേണ്ടിയാണ് പെട്ടെന്ന് തന്നെ ഈ ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഞാൻ ഏവരെയും ഈ ഒരു സേവന കേന്ദ്രത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കായംകുളം ജനതയുടെ ജനപ്രതിനിധിയാകാൻ അവസരം നൽകിയതിന് ഞാൻ കായംകുളം ജനതയോട് ഹൃദയം കൊണ്ട് കടപ്പെട്ടിരിക്കും. കായംകുളം ജനതയോടുള്ള സ്നേഹം ഞാൻ ഒരിക്കൽ കൂടി പ്രകടിപ്പിക്കുന്നു. കായംകുളത്ത് നിയമസഭാംഗമായതിനാലാണ് എനിക്ക് കേരള മന്ത്രിസഭയിൽ അംഗമാകാൻ സാധിച്ചത്. കേരളത്തിന്റെ മന്ത്രി എന്ന നിലയിലും കായംകുളത്തിന്റെ ജനപ്രതിനിധി എന്ന നിലയിലും കേരളത്തിനും കായംകുളത്തിനും ഉപകാരപ്രദമാകുന്ന തരത്തിൽ ഈ നാടിന്റെ വികസനത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ, നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ഏവരുടെയും സുഖദുഃഖങ്ങളിൽ പങ്കാളിയാകാൻ തീർച്ചയായും ഞാൻ ഉണ്ടാകും എന്ന ഉറപ്പാണ് എനിക്ക് നൽകുവാനുള്ളത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വികസന പ്രശ്നങ്ങളിലും ജനകീയ പ്രശ്നങ്ങളിലും മനുഷ്യരുടെ വിഷയങ്ങളിലും കക്ഷി രാഷ്ട്രീയത്തിന് പ്രസക്തിയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും കഠിനാധ്വാനം തീർച്ചയായിട്ടും ഈ വിജയത്തിന് പിന്നിലുണ്ട്. അതോടൊപ്പം കായംകുളം ജനത കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് നൽകിയ പിന്തുണയും എന്റെ വിജയത്തിൽ ഏറ്റവും നിർണായകമാണ്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു തരത്തിലുമുള്ള വേർതിരിവുകളുമില്ലാതെ പ്രവർത്തിക്കുമെന്നാണ് എനിക്ക് കായംകുളം ജനത ഒരിക്കൽ കൂടി പറയാനുള്ളത്. ഏവരെയും ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ വിഷയങ്ങളിൽ തീർച്ചയായും ഒരു കൂടെ നിൽക്കുന്ന ഒരു സഹോദരനായി ഞാൻ ഉണ്ടാകും എന്ന ഉറപ്പ് ഒരിക്കൽ കൂടി. പക്ഷേ ഈ ബജറ്റിൽ തന്നെ കായംകുളത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിരവധി പ്രപ്പോസലുകൾ ഇപ്പോൾ ഗവൺമെന്റിന്റെ മുമ്പിലുണ്ട്. അതിനൊക്കെ ഇപ്പോൾ തുടക്കം കുറിക്കണം. കായംകുളത്ത് ഒരു സമഗ്രമായ വികസന പദ്ധതി ആവിഷ്കരിക്കണമെന്നാണ് ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് മുൻഗണനാ ക്രമങ്ങൾ തീർച്ചയായും സൃഷ്ടിക്കേണ്ടതുണ്ട്. ആരോഗ്യ മേഖലയെ നമുക്ക് ശക്തിപ്പെടുത്തണം. ഇവിടുത്തെ റോഡുകളുടെ കാര്യത്തിൽ ഗതാഗതത്തെ നമുക്ക് ശക്തിപ്പെടുത്തണം. ടൂറിസം സാധ്യതകളെ ഉപയോഗപ്പെടുത്തണം. കായംകുളത്തിന് ഗുണപ്രദമാകുന്ന മികച്ച സ്ഥാപനങ്ങൾ നമുക്കിവിടെ കൊണ്ടുവരേണ്ടതുണ്ട്. തീർച്ചയായിട്ടും സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി എന്ന നിലയിൽ എന്റെ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും മികച്ച പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ എത്തിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് കൂട്ടായി ഒരു വികസനത്തിന്റെ മുൻഗണനാ ക്രമം നമുക്ക് സൃഷ്ടിക്കാം. തീർച്ചയായും ഓഫീസിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം വരും ദിവസങ്ങളിൽ കെ സി വേണുഗോപാൽ എം പി നിർവഹിക്കുമെന്നും ലിജു പറഞ്ഞു. പുതിയിടം ക്ഷേത്രക്കുളത്തിന് സമീപമുള്ള ശ്രേയസ് ബിൽഡിംഗിലാണ് ഓഫീസ് ആരംഭിച്ചത്. ഓഫീസിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. UDF നേതാക്കളായ ഇ സമീർ, ജോൺസൺ അബ്രഹാം, എൻ രവി, എ ത്രിവിക്രമൻ തമ്പി, എച്ച് ബഷീർകുട്ടി, എം കബീർ, എ നിസാർ, വേലഞ്ചിറ സുകുമാരൻ, യു മുഹമ്മദ്, ടി സൈൻലാബ്ദീൻ, ചെറുപ്പുറത്ത് മുരളി, എ ഇർഷാദ്, ശരത് ലാൽ ബെല്ലാരി, ജേക്കബ് തരകൻ എന്നിവർ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.